അപ്പൊ നമുക്ക് ചന്ദ്രൻ ഉണ്ട് എന്നറിയലല്ല, പിറന്നിരിക്കുന്നു എന്നറിയലല്ല വിഷയം. പിറവി ചന്ദ്രനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടാൽ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കണ്ടിരിക്കുന്നു എന്ന് പറയലാണ്. യാന്ത്രികമായി ചെറുതിനെ വലുതാക്കുന്നതായ വസ്തുക്കൾ പോലത്തെ ഉപകരണങ്ങൾ കൊണ്ട് കണ്ടാൽ അത് കാഴ്ചയല്ല എന്ന് തദടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഫുഖഹാവ് പറയുമ്പോൾ, ചെറിയ ശബ്ദത്തെ, നേർത്ത ശബ്ദത്തെ വലുതാക്കുകയാണ് ചെയ്യുന്നത് എന്ന് ലൗഡ് സ്പീക്കറിനെ സംബന്ധിച്ച് അതിന്റെ ഭാഷാർത്ഥം ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞാലും അത് വലിയ മോശപ്പെട്ട ചിന്തയില്ലാത്ത തരത്തിലുള്ള ഒരു അഭിപ്രായമാണെങ്കിലും ആ അഭിപ്രായം ശരിവെച്ചാൽ പോലും ഒരിക്കലും വാസ്തവത്തിൽ അത് ശബ്ദത്തെ കാണലായോ ശബ്ദത്തെ കേൾക്കലായോ കേൾപ്പിക്കലായോ പരിഗണിക്കുകയില്ല എന്ന് ഫുഖഹാവിന്റെ ഈ മസ്അലയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ആ മസ്അലയിൽ നിന്ന് മനസ്സിലാക്കാമെങ്കിലും ആ മസ്അലയിലേക്കൊന്നും തൊടാതെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു യന്ത്രം വന്നപ്പോൾ അതങ്ങ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞതാണ് വാസ്തവത്തിൽ ലൗഡ് സ്പീക്കറിന്റെ കാര്യത്തിൽ ഇബാദത്തുകളിൽ ഉപയോഗിക്കുന്ന ആളുകളുടെ എല്ലാം കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അത് സയ്യിദ് മൗദൂദിയുടെ പ്രഥമമായ ഇക്കാര്യത്തിലെ ഫത്വയായാലും അദ്ദേഹം 933 നൽകിയ ഫത്വ 34 കൊല്ലം കഴിഞ്ഞതിന്റെ ശേഷം കേരളത്തിലെ ആധുനിക സമസ്തക്കാർ ഏതാണ്ട് പേർ ചേർന്നുകൊണ്ട് യോഗം കൂടി പാസാക്കിയിട്ടുള്ള തീരുമാനമായാലും ഇതൊന്നും വ്യവസ്ഥാപിതമായോ ഫിഖ്ഹിന്റെ കിതാബുകളുടെ അടിസ്ഥാനത്തിൽ ചർച്ച നടത്തിയിട്ട് ആ ചർച്ചയുടെ അടിസ്ഥാനത്തിലോ ഉരുപ്പെട്ടിട്ടുള്ള തീരുമാനമല്ല. പ്രത്യക്ഷത്തിലാണ് പറയാണ് ശബ്ദം മാറുന്നില്ല, സംസാരിക്കുന്ന ആളെ തിരിയുന്നുണ്ട്, അതുകൊണ്ട് ഇത് സംസാരിക്കുന്നവന്റെ ശബ്ദം തന്നെയാണ്.